കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്. അതായത് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനില്ല എന്നുള്ള ഒരു ചെറിയ ഒരു പരാതി എല്ലാവരും പറയാറുണ്ട്. പറയുന്നത് കേൾക്കാനില്ല. എന്താണ് അന്നത്തെ ദിവസം ആ കോടതിയിൽ സംഭവിച്ചിട്ടുള്ളത്? വാദിയും പ്രതിയും, അതായത് ഭർത്താവും ഭാര്യയും കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ കാര്യം അവിടെ കോടതി രജിസ്റ്റർ ചെയ്യുമോ, അല്ലെങ്കിൽ ഭാര്യ മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം കോടതി ശ്രദ്ധയിൽപ്പെടുത്തുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ആ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് നമുക്കൊരു അറിയിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നത്തെ ദിവസം എന്ത് നടന്നു, അതായത് പ്രോസസ്സ് എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതിന് നമ്മൾ പറഞ്ഞ പേരാണത് കോർട്ട് പ്രോസസ്സ് എന്നുള്ള ടേമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഡേറ്റിൽ നടന്നിട്ടുള്ള കോർട്ട് പ്രോസസ്സ് എന്താണ് എന്ന് അറിയുവാനായിട്ട് അവിടെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറീനെ പറയുന്ന പേരാണത് എ ഡയറി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എ ഡയറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേ ദിവസം കേസ് നടന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കോടതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ തലേദിവസം നടന്ന കേസിൻ്റെ പ്രൊസീഡിങ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എ ഡയറിയുടെ ഒരു പേപ്പർ അവിടെ വെച്ചിട്ടുണ്ടാവും. ആ പേപ്പർ നമ്മൾ എടുക്കുക. ആ പേപ്പറിൽ ഡേറ്റ് ഉണ്ടാവും, നമ്മുടെ കേസ് നമ്പർ ഉണ്ടാകും. ഒപ്പം തന്നെ ആ ഡേറ്റിൽ ഭർത്താവ് പ്രസൻ്റ് ആണോ, ഭാര്യ പ്രസൻ്റ് ആണോ, അല്ലെങ്കിൽ വക്കീലന്മാർ പ്രസൻ്റ് ആയിരുന്നോ, അത് കേസ് എവിഡൻസിലാണോ, പ്രീ ട്രയലിലാണോ, സ്റ്റെപ്സിലാണോ, കോളോണാണോ, അഡ്ജേർഡ് ആണോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൊട്ട ലാസ്റ്റ് 1, 2, 3 കോളായിട്ടുണ്ടാവുക. ലാസ്റ്റ് കോളത്തിൽ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ? അതിപ്പോൾ തലേദിവസം എന്താ പറയുക, അന്ന് തന്നെ പോകണം നിർബന്ധമില്ല. തൊട്ട് മുൻ മാസങ്ങളിൽ നടന്നിട്ടുള്ള കേസിൻ്റെ ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ കേസിൻ്റെ തുടക്കം മുതലുള്ള ഈ കോർട്ട് പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഫാമിലി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത ആ ഡേറ്റ് മുതൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും കോർട്ട് പ്രൊസീഡിങ്സ് നമുക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് നമുക്ക് സർട്ടിഫൈഡ് കോപ്പി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേസിൻ്റെ ഗതിവിഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? സോ ഈ എ ഡയറി എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.